ഈ പാവത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ശ്രമിക്കുവാണ്. ഈ കാണുന്ന ഇവനില്ലേ, ഇവൻ കാരണമാണ് ഇവന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. ഇവ ഒരു പാവമായതുകൊണ്ട് മറ്റേ പൂച്ച വന്ന് ആക്രമിക്കുമ്പോഴേക്കും ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ ആകെ ചെയ്യാൻ പറ്റുന്നത് ഓടി രക്ഷപ്പെടുക എന്നത് മാത്രമാണ്. പൂച്ചയുടെ ആക്രമണത്തിൽ അവന്റെ കഴുത്തിൽ നല്ലതുപോലെ മുറിവേറ്റിട്ടുണ്ട്. അത് ഇൻഫെക്ഷനുമായിട്ടുണ്ട്. ഞങ്ങൾ അവന്റെ കഴുത്തിലെ മുറിഞ്ഞ ഭാഗത്ത് അവന് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. പലപ്പോഴും അവൻ ഓടിക്കളയുമായിരുന്നു. അങ്ങനെ ഒരുവിധം അവന് അസുഖം കുറഞ്ഞു വരുമായിരുന്നു. വീണ്ടും ഈ കാണുന്ന പൂച്ച അവന്റെ പിറകെ പോയി ആക്രമിച്ചു. കുറച്ച് ദിവസം അവനെ കാണാനില്ലായിരുന്നു. വീട്ടിനടുത്തുള്ള മാരകമായ ദുർഗന്ധം കാരണം ഞാൻ അവിടേക്ക് പോയി തെരഞ്ഞപ്പോഴാണ് കരിയിലയുടെ ഇടയിൽ നിന്നും പൂച്ചയുടെ ഡെഡ് ബോഡി കിട്ടിയത്. പക്ഷേ ഇത് അവനല്ല, അവന്റെ കുടുംബത്തിലുള്ള വേറൊരു കുഞ്ഞു പൂച്ചയാണ്. ഇതിനെ കൊന്നത് മറ്റേ പൂച്ചയായിരിക്കാം. എന്താണ് കാരണമെന്ന് അറിയില്ല. അതിന് ഞാനെടുത്ത് കുഴിച്ചിട്ടു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മറ്റേ പൂച്ച തിരിച്ചു വന്നിട്ടുണ്ട്. ആക്രമിയായ പൂച്ചയെ പേടിച്ച് ഇവ എവിടെയോ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അവന്റെ കഴുത്തിലുള്ള മുറിവ് നല്ലതുപോലെ വലുതായിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം വീണ്ടും കയ്യിലുണ്ടായിരുന്ന മരുന്ന് അവന് കിട്ടിയ സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷേ അവന്റെ വേദനയും അസ്വസ്ഥതയും കാരണം അവൻ തന്നെ അവന്റെ കൈ കൊണ്ട് കഴുത്തിൽ ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും കുറച്ച് ദിവസം അവനെ കാണാനില്ലായിരുന്നു. അങ്ങനെ ഇന്ന് അവനെ ഞാൻ കണ്ടു. വീട്ടിന് മുകളിലെ ഷെയ്ഡിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. അവൻ ഒട്ടും വയ്യ. അവന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധവും ഉണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ അവനെ നോക്കി. ഇനി എന്ത് ചെയ്യാനാ?